കയ്പമംഗലത്തെ ചേർത്ത് പിടിച്ച് സംസ്ഥാന ബഡ്ജറ്റ്. കടുത്ത സാമ്പത്തിക തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കേരളം സാമ്പത്തിക കുതിപ്പുമായി മുന്നേറുന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റെന്നും തീരപ്രദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ഇ.ടി. ടൈസൺ എം.എൽ.എ അഭിപ്രായപ്പെട്ടു. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി എം.എൽ.എ പ്രത്യേകമായി സമർപ്പിച്ച പദ്ധതിയാണ് പ്രാദേശിക കുടിവെള്ള പദ്ധതി. എടത്തുരുത്തി പഞ്ചായത്തിൽ തനത് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കയ്പമംഗലം മണ്ഡലത്തിലെ പ്രാദേശിക കുടിവെള്ള പദ്ധതിക്കായി പ്രത്യേകിച്ച് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കായി 200 ലക്ഷം രൂപയാണ് ഈ ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. ഇത് വരും കാലത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. കയ്പമംഗലം നിവാസികളുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യമാണ് കയ്പമംഗലത്ത് ഒരു മിനി ഹാർബർ. ഇതിനായി ബജറ്റിൽ 7 മിനി ഹാർബർ പൂർത്തീകരണത്തിനായി 65 കോടി രൂപ വകയിരുത്തിയതിൽ കയ്പമംഗലത്തെ മിനി ഹാർബർ ആണെന്നുള്ളതും ഈ പ്രദേശവാസികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന വസ്തുതയാണ്. നിയോജക മണ്ഡലത്തിൽ ചിതറിക്കിടക്കുന്ന ഗവൺമെന്റ് ഓഫീസുകളുടെ ഏകീകരണത്തിനായി ശ്രീനാരായണപുരം കേന്ദ്രീകരിച്ച് മിനി സിവിൽ സ്റ്റേഷനും പെരിഞ്ഞനം 3 പീടിക ജംഗ്ഷൻ മാർക്കറ്റ് കെട്ടിടവും ഇതിന് ഈ വർഷത്തെ കേരള ബജറ്റിൽ അനുമതി നൽകിയതും ഈ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. തീരദേശ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാറ്റി സ്ഥാപിക്കേണ്ട സ്ഥിതിയാണുള്ളത്. എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ആയുർവേദ മേഖലയിലെ ചികിത്സയ്ക്കായി കൂടുതൽ പേരും ആശ്രയിക്കുന്ന ശാന്തിപുരം VKSM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപ കൂടി ഈ ബജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുജന കൂട്ടായ്മയിലൂടെ കേരളത്തിൽ തന്നെ ആദ്യമെന്ന് പറയത്തക്ക രീതിയിൽ സ്വന്തമായി കളിസ്ഥലം വാങ്ങി കുട്ടികളുടെ വികാസത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി നാന്ദി കുറിച്ച പ്രവർത്തനം ഏറ്റെടുത്ത ഈ വർഷത്തെ ലൈബ്രറി ഗ്രേഡിംഗിൽ A+ നേടിയ കളരിപ്പറമ്പ് വായനശാലയുടെ കളിസ്ഥലം നിർമ്മാണത്തിനായി ബജറ്റിൽ 1 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എടവിലങ്ങ് വാതക ക്രിമിറ്റോറിയത്തിനായി ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. പടിഞ്ഞാറെ വെമ്പല്ലൂർ LP സ്കൂൾ ശതാബ്ദി മന്ദിരം പണികഴിപ്പിക്കുന്നതിനും GLPS പാപ്പിനിവട്ടം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും വേണ്ടി ബജറ്റിൽ 2 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. എടത്തുരുത്തി ഇരിങ്ങാലക്കുട ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എടത്തുരുത്തി ഉപ്പുന്തുരുത്തി പാലത്തിനു വേണ്ടി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് കളിസ്ഥലം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്, പടയൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കരപ്പാടം പാലം നിർമ്മാണം, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണത്തിനായി 1.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിനായി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ കേന്ദ്ര നിർമ്മാണത്തിനായും 1 കോടി രൂപയും, അഴീക്കോട് പടന്ന മുതൽ എടത്തുരുത്തി പാലപ്പെട്ടി വരെ ഉൾനാടൻ റോഡ് നവീകരണത്തിനായി 8 കോടി രൂപയും, എടത്തുരുത്തി ITI പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. എടവിലങ്ങ് പകൽ വീട് നിർമ്മാണത്തിനായും മത്സ്യത്തൊഴിലാളികൾക്കായി വെമ്പല്ലൂർ കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിനായും 2 കോടി രൂപയും, എടവിലങ്ങ് വയോജന കേന്ദ്ര നിർമ്മാണത്തിനായി 3 കോടി രൂപയും, അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി 3 കോടി രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ച തീരദേശ മേഖലയ്ക്കായുള്ള പ്രത്യേക പാക്കേജും പുനർഗേഹത്തിന് അധിക തുക അനുവദിച്ചതും ലൈഫ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഫണ്ട് അനുവദിച്ച ഗുണഫലങ്ങൾ കയ്പമംഗലത്തിന് ലഭിക്കുമെന്നും ഇങ്ങനെ സമസ്ത മേഖലകളെയും തൊട്ടറിഞ്ഞ് മണ്ഡലത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ കലാകായിക മത്സ്യബന്ധന തീരദേശ വികസനം എന്നീ മേഖലകളിൽ ആവശ്യ പരിഗണന നൽകിയ ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് ഏറെ പ്രയോജനപ്രദമാണെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ പറഞ്ഞു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.